ഫ്രണ്ടിലോട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഈ ഒരു പോർഷൻ മൊത്തത്തിൽ ഞാൻ റാപ്പ് ചെയ്തിട്ട് ECU ഫ്ലാഷ് ചെയ്തപ്പം ഇതിൻ്റെ റെഡ് ലൈന് 600 RPM കയറ്റിയിട്ടുണ്ട്. പെർഫെക്റ്റ്ലി ഫോർ ട്രാക്കാണ്. ഇതും ട്രാക്കിന് പറ്റും, പക്ഷേ അതിൻ്റെ ബ്രേക്ക്. ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്ന് ഒരു റൈഡിങ് വീഡിയോസ് ഒന്നുമല്ല, നമ്മളുടെ ഈ ഒരു ബൈക്കിനെ കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചു. അപ്പം ബൈക്ക് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഭയങ്കര ചളി പിടിച്ചിരിക്കുകയാണ്. ഞാനിപ്പം ബാംഗ്ലൂരിലോട്ട് തിരിച്ച് പോകുന്ന വഴിയാണ്. അപ്പം നമ്മൾ മൈസൂരൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നപ്പം മഴ ചാറ്റൽ തുടങ്ങി. അപ്പോൾ റോഡിലൊക്കെ സർവീസ് റോഡിലൂടെയല്ലോ നമ്മൾ പോരുന്നത്. അപ്പം റോഡിലൊക്കെ ചളിയും ഭയങ്കര സീനായിരുന്നു. അപ്പം നന്നായിട്ട് ചളി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ഈ ഒരു വണ്ടിയെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചു. ഞാൻ എൻ്റെ ഇതിന് മുമ്പുള്ള എല്ലാ വണ്ടികളെക്കുറിച്ചും ഓരോരോ എക്സ്ക്ലൂസീവ് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇത് നമ്മളുടെ CBR 1000RR ഫയർബ്ലേഡ്. അത് നമ്മളെ ഹൈവേ ആണ് കേട്ടോ, അത് എക്സ്പ്രസ് ഹൈവേ എന്ന് പറയപ്പെടുന്ന ആ ഹൈവേ ആണത്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഇങ്ങോട്ടാണ്, ഇപ്പോൾ അങ്ങോട്ട് കയറി നിന്നിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ CBR ഫയർബ്ലേഡ് 1000RR റെപ്സോൾ എഡിഷൻ വണ്ടിയാണ്. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് SP വേർഷൻ വണ്ടിയും വരുന്നുണ്ട്. അതിലെന്താണെന്ന് വെച്ചാൽ ബ്രംബോയുടെ ബ്രേക്സും പിന്നെ സസ്പെൻഷനൊക്കെ മാറ്റം വരുന്നുണ്ട്. അപ്പോൾ അത് ഇതിനേക്കാളും കുറച്ചും കൂടെ കോസ്റ്റ്ലി ആയിട്ടുള്ള വണ്ടിയാണ്. അത് പെർഫെക്റ്റ്ലി ഫോർ ട്രാക്കാണ്. ഇതും ട്രാക്കിന് പറ്റും, പക്ഷേ അതിൻ്റെ ബ്രേക്കിങ്ങും സംഭവങ്ങളൊക്കെ കുറച്ചും കൂടെ ബെറ്ററാണ്. അപ്പോൾ ഇത് എൻ്റെ കയ്യിലുള്ളത് ഇത് 2013 വണ്ടിയാണ്. അവിടെ ഇവിടെയൊക്കെ ചളി തെറിച്ച് കണ്ടോ, ഫ്രണ്ടിലത്തെ ടയറിൻ്റെ അവിടെ നിന്ന്. അപ്പോൾ ഇത് 2013 റെപ്സോളാണ്. നല്ലൊരു CBR 1000 കിട്ടാൻ ഭയങ്കര പാടാണ്. കാരണം ഈ വണ്ടി അങ്ങനെ കുറേയൊന്നും ഇറങ്ങിയിട്ടില്ല. ഇപ്പോൾ 10R എന്ന പോലെ അധികം അങ്ങനെ ഇറങ്ങുന്ന ഒരു വണ്ടിയല്ല അത്. ആരെങ്കിലുമൊക്കെ ഇതിനെക്കുറിച്ച് അറിയുന്നവർ മാത്രമേ ഈ വണ്ടിയൊക്കെ എടുക്കുന്നുള്ളൂ. അപ്പോൾ ഇതങ്ങനെ ഇഷ്ടം പോലെ ഒന്നും നമുക്ക് കാണാൻ സാധിക്കില്ല, റയറായിരിക്കും. അതും റെപ്സോൾ എഡിഷൻ വണ്ടിയിൽ നിന്ന് അതിലും റയറായിരിക്കും. പറഞ്ഞു വന്നത് ഇത് 2013 വണ്ടിയാണ്. ഇൻലൈൻ 4 999cc. അന്ന് ഇതിന് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 175 bhp 12,000 RPM 112 Nm ടോർക്ക് 8,000 RPM ആയിരുന്നു. അത് കറക്റ്റ് ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അങ്ങനെ ആയിരുന്നു വന്നിരുന്നത്. അപ്പോൾ ഈ ഒരു വണ്ടിയിൽ ഞാനിപ്പോൾ അതിൽ ഒന്ന് രണ്ട് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. മറ്റൊന്നുമില്ല, നമ്മളിതിൽ ECU ഞാൻ ഇതിന് മുമ്പുള്ള വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കണ്ടവർക്ക് അറിയായിരിക്കും. ECU മൊത്തത്തിൽ അങ്ങ് ഫ്ലാഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ECU ഫ്ലാഷ് ചെയ്തപ്പോൾ നമ്മൾ യോഷിമുറ എക്സോസ്റ്റിൻ്റെ ഭാഗത്തിനുള്ള ഒരു രീതിയിലാണ് ഇപ്പോൾ ഇതിൻ്റെ ഫ്ലാഷിംഗ് ഒക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫ്ലാഷിങ് ചെയ്തപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ 195 bhp ആണ് ഓൺ ദ റിയർ വീലിൽ അവർ ഇത് ചെയ്ത ടീം നമ്മുടെ അടുത്ത് പറയുന്നത്. അത് ഞാൻ ഡൈനോ ചെയ്ത് നോക്കിയിട്ടില്ല. കാരണം ഡൈനോ ചെയ്ത് നോക്കിയാൽ കഴിഞ്ഞ ആഴ്ച ഞാൻ ടെസ്റ്റിന് കൊണ്ടുപോയുന്ന സമയത്ത് ബാംഗ്ലൂരുള്ള റേസ് ഡൈനാമിക്കിൽ, അപ്പോൾ അവരവിടെ മെഷീനില്ല. മെഷീന് മറ്റേ IBW കഴിഞ്ഞായിരുന്നല്ലോ കഴിഞ്ഞ ആഴ്ച. അപ്പോൾ അതിന് മെഷീൻ കൊണ്ടുപോയിരിക്കുക. അപ്പോൾ അതുകൊണ്ട് മെഷീനില്ല, പിന്നെ വരാൻ പറഞ്ഞു. പിന്നെ ആ ബൈക്ക് പോയിട്ടില്ല. 195 അവർ പറയുന്നുണ്ട്, പക്ഷേ എനിക്ക് നല്ല മാറ്റം ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഞാൻ ഈ വണ്ടി അവരുടെ അടുത്ത് ഞാൻ കൊടുക്കാൻ പോകുന്ന സമയത്ത് ഉള്ള ഒരു ഫീലല്ല തിരിച്ച് വരുമ്പം എനിക്ക് വണ്ടിയിൽ നിന്ന് കിട്ടിയ ഒരു ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. കാരണം ആ ഒരു പുള്ളിങ്ങും പുഷിങ്ങും എല്ലാം എന്താ പറയുക, ഭയങ്കരമായിട്ട് ഒരു ഫീല് നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് എല്ലാം അങ്ങനെ ചാടി നിൽക്കുന്ന ആ ഒരു ഫീലായിരുന്നു. അപ്പോൾ ഇതിൽ ECU ഫ്ലാഷ് ചെയ്തപ്പം ഇതിൻ്റെ റെവ് ലിമിറ്റ് ഇപ്പോൾ റെഡ് ലൈന് 600 RPM കയറ്റിയിട്ടുണ്ട്. അത് വലിയൊരു മാറ്റമൊന്നും നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ ഫീൽ ചെയ്യില്ല. പക്ഷേ അതിൽ കൂടുതലും വേണമെങ്കിൽ നമുക്ക് റെഡ് ലൈനൊക്കെ ഇൻക്രീസ് ചെയ്ത് അപ്പുറത്തോട്ട് വെക്കാനൊക്കെ പറ്റും. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് എൻജിൻ്റെ ലൈഫിനെ അത് ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു മിനിമലിസ്റ്റിക് ആയിട്ടുള്ള രീതിയിലാണ് ഇതിനൊന്ന് മോഡിഫൈ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൽ എല്ലാ ഗിയർ റേഷ്യോൻ്റെ കുറേ അഡ്ജസ്റ്റ്മെൻറ്റ് മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ വണ്ടി ത്രോട്ടിൽ വിടുമ്പം ഫ്യൂൽ പമ്പ് ഓട്ടോമാറ്റിക് കട്ടാവുന്ന ഒരു പരിപാടി ഉണ്ട് എല്ലാ വണ്ടിക്കുള്ളത്. അപ്പോൾ അത് നമ്മളിപ്പം ഡിസേബിൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ എല്ലാ ടൈമിലും ഫ്യൂൽ ഇങ്ങനെ ഇഞ്ചെക്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ത്രോട്ടിൽ കൊടുക്കുന്ന സമയത്ത് ഇപ്പം സ്റ്റോക്കിലാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് നമുക്ക് അവിടെ ഒരു ലാഗ് വരും. അത് ലാഗ് ഒഴിവാക്കാൻ വേണ്ടിയാണ്. ഞാനിപ്പോൾ അത് ട്രാക്കിലൊന്നും പോകുന്നൊന്നുമില്ല, പക്ഷേ ചെയ്തപ്പോൾ അതിൻ്റെ കൂടെ അതും പുള്ളി ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതുകൂടാതെ ഇപ്പോൾ ഇതിൽ വേറെ ഒരു മോഡ്സ് എന്ന് പറയുന്നത് ഞാനിതിൽ ഒരു ക്വിക്ക് ഷിഫ്റ്ററും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ മെയ്ഡ് ഇൻ തായ്ലാൻഡ് ഒരു ക്വിക്ക് ഷിഫ്റ്ററാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് മാറ്റിയപ്പോൾ വണ്ടി വേറൊരു ഫീൽ തന്നെ ആയിട്ടുണ്ട്.
പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിന് ട്രാക്ഷൻ കൺട്രോൾ ഇല്ല. ആകെ വരുന്നത് ABS മാത്രമേ ഉള്ളൂ. അന്നത്തെ കാലത്ത് എനിക്ക് തോന്നുന്നു R1 അന്ന് ABS ഇല്ല, ട്രാക്ഷനും. ഇതിന് ABS ഉണ്ട്, ട്രാക്ഷൻ ഇല്ല. അങ്ങനെയായിരുന്നു ഇതിൻ്റെ ഒരു ഇത് അന്നത്തെ വണ്ടികളെല്ലാം ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. പൊതുവെ എനിക്ക് തോന്നുന്നില്ല അന്നൊന്നും അധികം വണ്ടികളൊന്നും ട്രാക്ഷനൊന്നും വന്നു തുടങ്ങിയിട്ടില്ല. ഇപ്പം വരുന്ന ഫയർ ബ്ലേഡിലൊക്കെ ഫുൾ അടിപൊളിയാണ്. എല്ലാ ഇലക്ട്രോണിക്സും സംഭവമുണ്ട്, അതുപോലെ തന്നെ ക്യാഷും ഉണ്ട്. പിന്നെ അപ്പോൾ അതൊക്കെയാണ് ഞാൻ അതിൽ ചെയ്തിട്ടുള്ള മാറ്റങ്ങളെന്ന് പറയുന്നത്. പിന്നെ ഫ്രണ്ടിലോട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഈ ഒരു പോർഷൻ മൊത്തത്തിൽ ഞാൻ റാപ്പ് ചെയ്തിട്ട് HRCയുടെ സ്റ്റിക്കറും ബാഡ്ജിങ് എല്ലാം കൊടുത്ത് ഇവിടെ റെപ്സോളിൻ്റെ സംഭവം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ചിലർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. എൻ്റെ പേഴ്സണൽ ഇഷ്ടം ഇതാണ്. അപ്പോൾ എനിക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ചിലർക്കൊന്നും, ചിലർ പറയുന്ന പഴയ ആ ഒരു ഇവിടെ എല്ലാം ഓറഞ്ച് കളറിൽ വരുന്ന ഇതും ഇവിടെ മൊത്തത്തിൽ ഇങ്ങനെ ഒരു റെപ്സോൾ എന്ന് പറയുന്ന എഴുതിയിട്ടുള്ളൊരു ബാഡ്ജിങ് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഇതാണ് പേഴ്സണലി ഇഷ്ടപ്പെട്ടിട്ടുള്ളത്. പിന്നെ ഞാൻ ചെയ്തിട്ടുള്ളൊരു സംഭവമാണ് ഈ ഒരു സംഭവം. ഇത് ജസ്റ്റ് കോസ്മെറ്റിക് മാത്രമല്ല, നമുക്ക് ഒരു ഡൗൺ ഫോഴ്സും അത്യാവശ്യം കിട്ടുന്ന പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം അറിയില്ല ഇത് എത്ര കിട്ടുന്നുണ്ട് എന്നുള്ള. നമ്മൾ ഇതിപ്പോൾ എയറോഡൈനാമിക്സ് നമ്മൾ ചെക്ക് ചെയ്തിട്ടൊന്നുമില്ല. പക്ഷേ ഇത് നല്ലൊരു കുഴപ്പമില്ലാത്തൊരു കോസ്റ്റ്ലി പ്രൈസ് വന്നിട്ടുള്ളൊരു സംഭവമാണ്. ഇത് വെറുതെ സ്റ്റിക്ക് ചെയ്ത് വെക്കുന്നില്ല. ഇതിൻ്റെ അകത്തുനിന്നൊരു പ്രത്യേക തരത്തിലുള്ളൊരു എന്താ പറയുക സ്ക്രൂവും കാര്യങ്ങളൊക്കെയാണ്. അത് നമുക്ക് പുറത്തുനിന്ന് ആ സ്ക്രൂ കാണാനും സാധിക്കത്തില്ല. അങ്ങനെയാണ് അതിൻ്റെ ഒരു സെറ്റപ്പ് വന്നിട്ടുള്ളത്. പിന്നെ യോഷിമുറയുടെ ഫുൾ സിസ്റ്റം എക്സോസ്റ്റ് വന്നിട്ടുണ്ട്. ടയർ രണ്ടും റോസോ 3 ടയറാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ബാക്കിലെ ടയർ ഏകദേശം ഫ്ലാറ്റായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓൾറെഡി ഒരു പെർലിയുടെ സൂപ്പർ കോസ SP V3 എന്ന് പറയുന്ന ഒരു ടയർ ഓൾറെഡി വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടെ ഒരു 1000-2000 കിലോമീറ്ററൊക്കെ വേണമെങ്കിൽ കിട്ടുമായിരിക്കും. ഇത് കിട്ടും, ഷുവറായിട്ട് കിട്ടും. അപ്പോൾ അതൊക്കെ കുറച്ചുകൂടെ ഒന്ന് ഓടിച്ചിട്ട് മാറ്റാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഉള്ളൊരു പ്രശ്നം എന്താ വെച്ചാൽ, ഇപ്പോൾ ആ ഒരു ഫ്ലാറ്റ് ഏരിയ, സെൻട്രൽ പോർഷനിൽ ഫ്ലാറ്റ് ഏരിയ ആയതുകൊണ്ട് കോർണർ ചെയ്യുമ്പം ചെറിയൊരു കോർണർ നിവർത്തി എടുക്കുമ്പോൾ ഒരു വോബിൾ ചെയ്യുന്നൊരു ഫീൽ വരുന്നുണ്ട്. പിന്നെ മീറ്റർ കൺസോൾ നോക്കുകയാണെങ്കിൽ ഫുൾ അന്നത്തെ ബേസിക് സംഭവങ്ങളാണ്. ഫുൾ LCD ഡിസ്പ്ലേസ്, ടൈം കാണിക്കും. ഇവിടെ 2 AB എന്ന് പറഞ്ഞ ട്രിപ്സ്. അതുപോലെ നമുക്കിത് ട്രാക്ക് പോകുമ്പോൾ ഇവിടെ മറ്റേ സ്റ്റോപ്പ് വാച്ച് പോലുള്ള സംഭവങ്ങൾ. പിന്നെ ഇഗ്നിഷൻ ഓഫ്, ഇഗ്നിഷൻ ലൈറ്റ് കത്തല്ലോ, മറ്റേ ഇഗ്നിഷൻ അല്ല ഇമ്മൊബിലൈസറിൻ്റെ, അത് വേണമെങ്കിൽ ഓഫാക്കിയിടാം. പിന്നെ റവ് ചെയ്യുന്ന RPMൻ്റെ സംഭവം കാണിക്കും, ഇവിടെ കാണിക്കും. പിന്നെ km/h, miles/hour, അങ്ങനെ 1-2 കാര്യങ്ങൾ ഇതിൽ വരുന്നേ ഉള്ളൂ. ഇപ്പോൾ അത് മൊത്തം ചളി പിടിച്ചിരിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ നല്ലൊരു ചാറ്റൽ മഴ കൊണ്ടിട്ടാണ് വന്നിട്ടുള്ളത്. അത്രയൊക്കെ ഉള്ളൂ ഈ ഒരു ചെറിയൊരു വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് എന്നും പറയുന്ന പോലെ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോ കാണാം.